പ്രിയ സ്നേഹിതരെ, ഇന്നും ഒരുപാട് പേർ വെറുക്കുന്നൊരു ശിഷ്യനുണ്ട്. നാശത്തിന് പുത്രനെന്ന് ക്രിസ്തു തന്നെ വിളിച്ചവൻ, സാത്താൻ പ്രവേശിച്ചവനെന്ന് സുവിശേഷകർ രേഖപ്പെടുത്തുന്നവൻ, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തുവെന്ന് സ്വയം ഏറ്റു പറഞ്ഞവൻ, താൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോഴേക്കും വൈകിപ്പോയവൻ, ചില പാപങ്ങൾക്ക് പൊറുതിയോ പരിഹാരങ്ങളോ ഇല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നവൻ മറ്റാരുമല്ല, ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. ഒറ്റിക്കൊടുത്തതിലൂടെ അവൻ അവൻ്റെ ഗുരുവിനെ നഷ്ടപ്പെട്ടു, നേടിയ നാണയവും നഷ്ടപ്പെട്ടു, ഒടുവിൽ സ്വന്തം പ്രാണനും നഷ്ടപ്പെട്ടു. ഈ ലോസ്റ്റ് ഹിസ് മാസ്റ്റർ, ലോസ്റ്റ് ഹിസ് മണി, ലാസ്റ്റ് ലോസ്റ്റ് ഹിസ് ലൈഫ്. 3 വർഷക്കാലം ക്രിസ്തുവിൻ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നവനാ. അവൻ്റെ എല്ലാവിധ അത്ഭുതങ്ങൾക്കും സാക്ഷിയായവനാ. എല്ലാവിധ പ്രബോധനങ്ങളും ശ്രവിച്ചവനാ. മറ്റ് ശിഷ്യന്മാരോടൊപ്പം വചനം പ്രഘോഷിക്കുവാനായി ക്രിസ്തു പറഞ്ഞു വിട്ടവനാ. അപ്പോസ്തല സമൂഹത്തിലേക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാ. വിശ്വസ്തരുടെ അടയാളമെന്ന നിലയിൽ പണം സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചവനാ. ആ വിശ്വസ്തൻ എങ്ങനെയാണ് വഞ്ചകനായത് എന്നതാ യൂദാസിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഗൗരവമുള്ള ചോദ്യം. എ ട്രസ്റ്റ്വർത്തി പേഴ്സൺ ബിക്കം എ ട്രൈറ്റർ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവന് പണത്തോടുണ്ടായിരുന്ന ആർത്തിയ. അവൻ കള്ളനായിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ ക്രിസ്തുവിനെക്കുറിച്ച് അവനുണ്ടായിരുന്ന പ്രതീക്ഷകൾ തകർന്നതിന് നിരാശയിൽ നിന്നുമാകാം. റോമക്കാരുടെ അടിമത്തത്തിൽ നിന്നും യഹൂദജനത്തെ രക്ഷിക്കുവാൻ വന്ന രാഷ്ട്രീയ മിശിഹായായിട്ട് അവൻ ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല എന്ന തിരിച്ചറിവിൻ്റെ രോഷം കൊണ്ടാകാം അവൻ ഒറ്റുകാരനായത്. ഒരുപക്ഷെ ഭയം കൊണ്ടുമാകാം. ക്രിസ്തുവിനെതിരെ ശത്രുക്കൾ ഗൂഢാലോചന തുടങ്ങി. അവൻ തന്നെ അവൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചും കഴിഞ്ഞു. അവൻ്റെ മരണാന്തരം അനുയായികളെ ശത്രുക്കൾ വേട്ടയാടിയേക്കാം. സ്വയം രക്ഷിക്കുവാൻ വേണ്ടിയാകാം ഗുരുവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട് ശത്രുപക്ഷത്തേക്ക് അവൻ കൂറുമാറിയത്. അതെ, യൂദാസ് മരിച്ചു, എന്നാൽ അവൻ്റെ മനോഭാവമുള്ളവർ ഏറി വരികയാണ്. ക്രിസ്തുവിൻ്റെ വിശ്വസ്തരെന്ന് സ്വയം ആശ്വസിക്കുമ്പോഴും വഞ്ചകരാകാൻ സാധ്യതയുള്ളവർ. ഇനി എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം ദേവാലയത്തിൽ വരുന്നവരുടെ ഹൃദയത്തിൽ അവനുണ്ട്. അപരൻ്റെ പരിത്യാഗ പ്രവൃത്തികളൊക്കെ പാഴാണെന്ന് പരിതപിക്കുന്നവരുടെ ഹൃദയത്തിൽ അവനുണ്ട്. ഒടുക്കിനൊത്ത് ചലിക്കുന്നവരുള്ളിലും നിയമങ്ങളൊക്കെ പാലിക്കുമ്പോഴും സ്നേഹം ലവലേശമില്ലാത്തവരുള്ളിലും അവനുണ്ട്. സ്വന്തം സേഫ്റ്റിയേക്കാൾ അഭികാമ്യമായി ഒന്നുമില്ലെന്ന് കരുതി ശത്രുപാളയം തേടിപ്പോകുന്നവരുള്ളിലും അവനുണ്ട്. ഒരുപക്ഷെ മറ്റൊരാളിൽ എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവൻ ഒളിച്ചിരിക്കുന്നത് എൻ്റെ ഉള്ളിലാണെന്ന് ഏറ്റുപറയാനുള്ള വിനയമെങ്കിലും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.